നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസിനെ കുറിച്ചാണ്. ഇഗ്നോ യൂണിവേഴ്സിറ്റി ഡിഗ്രി PG പ്രോഗ്രാംസ് 2 ടൈപ്പ് പ്രോഗ്രാംസ് ആണ്. എന്താണ് ODL, എന്താണ് ഓൺലൈൻ പ്രോഗ്രാംസ്, ഇതിൽ ഡിഫറൻസ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് ODL, ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്. ദെൻ സെക്കൻഡ് വണ്ണാണ് ഓൺലൈൻ പ്രോഗ്രാംസ്. നമുക്ക് ഡിഗ്രിയൊക്കെ 2 ടൈപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ODL പ്രോഗ്രാമായിട്ടും ദെൻ ഓൺലൈൻ പ്രോഗ്രാമായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. നോർമലി സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് ഓൺലൈൻ പ്രോഗ്രാമായി നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് എക്സാമും കാര്യങ്ങളും എഴുതാൻ പറ്റുമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനായാൽ നമുക്ക് എവിടെ നിന്നും ചെയ്യാൻ പറ്റുമോ, ഓൺലൈനല്ലേ, അസൈൻമെൻറ്റ് സബ്മിഷനൊക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ ഒത്തിരി ഡൗട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് ODL പ്രോഗ്രാം, ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ODL പ്രോഗ്രാം വരുന്നത് കംപ്ലീറ്റ്ലി ഡിസ്റ്റൻസ് ആണ്. നോർമൽ ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ഓൺലൈനായിട്ട് മാത്രമേ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. നിങ്ങളൊരു രജിസ്ട്രേഷൻ നടത്തുക, ദെൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ID കാർഡ്, ഹാൾ ടിക്കറ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആവും. ബട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളെ സ്റ്റഡി സെൻറ്ററിലാണ്. അത് നിങ്ങൾ റിട്ടേൺ ആയിട്ട് ഹാർഡ് കോപ്പി, അതായത് എഴുതിയൊരു കോപ്പി ആയിട്ട് നിങ്ങളെ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണിത് ODL പ്രോഗ്രാം. ഇത് ഡിസ്റ്റൻസ് ആയിട്ട് റെഗുലർ സ്റ്റുഡൻസിനെ പോലെ തന്നെ നിങ്ങളെ പ്രോഗ്രാമിൻ്റെ അസൈൻമെൻറ്റ്സ് ഒക്കെ ഹാർഡ് കോപ്പി നിങ്ങളെ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെം വൈസ് ആയിട്ടോ ഇയർ വൈസ് ആയിട്ടോ ഒക്കെ എക്സാം വരും. അത് നിങ്ങളെ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടാണ് വരിക. ആ കോഴ്സുകളുടെ എക്സാം നിങ്ങളെ സ്റ്റഡി സെൻറ്ററിൽ അല്ലെങ്കിൽ എക്സാം സെൻറ്റർ എവിടെയാണോ ചൂസ് ചെയ്തിട്ടുള്ളത് അവിടെയാണ് നിങ്ങൾ പോയിട്ട് എഴുതാനുള്ളത്. ഇതാണ് നോർമൽ ODL പ്രോഗ്രാമിന് വരുന്നത്. നിങ്ങൾക്ക് അപേക്ഷ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാ ആപ്ലിക്കേഷനും ഓൺലൈനായിട്ട് ചെയ്യാം. ബട്ട് ബാക്കി കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളെ സ്റ്റഡി സെൻറ്ററിലോ അല്ലെങ്കിൽ എക്സാം സെൻറ്ററിലോ ആണ് പോയിട്ട് ചെയ്യാനുള്ളത്. ആപ്ലിക്കേഷൻ്റെ കാര്യമോ അഡ്മിഷൻ എടുക്കുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഡയറക്റ്റ് പോവേണ്ടതില്ല, അത് ഓൺലൈനായിട്ട് ചെയ്യാം. ബാക്കി അസൈൻമെൻറ്റ്സും എക്സാമും നിങ്ങൾക്ക് ഇനി ലാബ് ഉണ്ടെങ്കിൽ ലാബ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രൊജക്റ്റ്, ലാബ്, ഫീൽഡ് വർക്ക്, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നിങ്ങൾ എന്തായിരിക്കണം, ഡയറക്റ്റ് സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ. ഇനി ഓൺലൈൻ പ്രോഗ്രാമുകൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഓൺലൈൻ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഓൺലൈനാണ് വെച്ചാൽ, ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ കേസിൽ നിങ്ങളെ നോർമലായിട്ട് നിങ്ങൾ എങ്ങനെയാണോ അഡ്മിഷൻ എടുക്കുന്നത് ഓൺലൈനായിട്ട് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് അഡ്മിഷൻ എടുക്കുക. അതിൽ രണ്ട് സൈറ്റിൽ നിന്നാണ് എടുക്കുക. മീൻസ് ഒരേ പോർട്ടിൽ നിന്നല്ല നമ്മൾ അഡ്മിഷൻ എടുക്കുക. ഓൺലൈൻ ആണെങ്കിൽ സെപ്പറേറ്റും ODL ആണെങ്കിൽ സെപ്പറേറ്റും തന്നെ അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഹാൾ ടിക്കറ്റ് ആണെങ്കിലും ID കാർഡ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈനായിട്ട് ലഭിക്കും. ഇനി ഇതിനകത്ത് ചെയ്യുന്നത് അസൈൻമെൻറ്റ്സ് ആണ്. ഈ അസൈൻമെൻറ്റ്സ് നിങ്ങൾ റിട്ടേൺ കോപ്പി എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സ്റ്റഡി സെൻറ്ററിലോട്ട് PDF ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈൻ പ്രോഗ്രാംസിൽ ഇത്തിരി ഫീസ് കുറവായിരിക്കും. കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊന്നും ഹാർഡ് കോപ്പി കിട്ടൂല. ഇതിനെല്ലാം നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി മാത്രമാണ് ലഭിക്കുക. അപ്പോൾ സോഫ്റ്റ് കോപ്പി നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് സോഫ്റ്റ് കോപ്പീസ് കിട്ടുന്ന പ്ലേസ് ഉണ്ട്, അവിടെ നിന്നൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വേണം പഠിക്കാൻ. ആ കാര്യം കൊണ്ട് തന്നെ ചെറിയൊരു ഫീസിൻ്റെ റിഡക്ഷൻ ഉണ്ടാവും ഓൺലൈൻ പ്രോഗ്രാമിന്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പറഞ്ഞു നോർമലി ODLൻ്റെ പ്രോഗ്രാമിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കണം. ഈ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് അപ്ലോഡിങ് ഓപ്ഷൻ ഉണ്ട്, അവിടെ കൊടുത്ത് അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ നെക്സ്റ്റ് വരുന്ന മെയിൻ ഇതാണ്, എക്സാം ഓൺലൈൻ എഴുതാമോ? ഒരിക്കലും എക്സാം ഓൺലൈൻ എഴുതാൻ ഓപ്ഷൻ ഇല്ല. ഓൺലൈൻ എക്സാം ഓപ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് സെൻറ്ററുള്ളത് ആ സെൻറ്ററിൽ പോയിട്ടാണ് ഓൺലൈൻ എക്സാം എഴുതേണ്ടത്. അവിടെ സിസ്റ്റം ഉണ്ടാവും, ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ അവിടെ തന്നിരിക്കുന്ന ലാപ്പിലോ വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. അതാണ് ഓൺലൈൻ എക്സാം. അവിടെ പെൻ ആൻഡ് പേപ്പറുമായിട്ട് എഴുതാം, ഓൺലൈനായിട്ട് എഴുതാം. ഈ 2 ഓപ്ഷനാണ് ഇഗ്നോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ എക്സാം ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത്. സ്റ്റഡി സെൻറ്ററിൽ മസ്റ്റായിട്ടും പോയിട്ട് വേണം എഴുതാൻ.